ആകാശവാണി കവരത്തി ഫടിപ്പും ഫൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായിയെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ ബിത്രയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ ലുക്മാനുൽ ഹക്കീം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 2 ദിവസം മുമ്പ്, അതായത് ഓഗസ്റ്റ് 12 ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാമിൻ്റെ പിതാവ് വിക്രം സാരാഭായിയുടെ ജന്മദിനം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതും വിക്രം സാരാഭായിയെക്കുറിച്ചാണ്. 1963 നവംബർ 21 വൈകുന്നേരം 6:25 നൈക് അപ്പാച്ചെ പുകതുപ്പി കുതിച്ചുയർന്നു. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായിരുന്നു അത്. നമ്മൾ പിന്നീട് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സൂര്യനിലേക്കും വരെ കൈകൾ നീട്ടി. ബഹിരാകാശത്തെ നേട്ടങ്ങളാൽ ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടുകൂടി ഓർക്കേണ്ട ഒരു മനുഷ്യനുണ്ട്: വിക്രം അംബാലാൽ സാരാഭായ്, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ്. മണ്ണിൽ നിന്നൊരു സ്വപ്നപ്പൂവിനെ മാനത്തോളം വളർത്തിയ അത്ഭുത പ്രതിഭാസം. ആരാണ് വിക്രം സാരാഭായ്? ഇന്ന് രാത്രി നിങ്ങൾ ആകാശത്തേക്കൊന്ന് നോക്കൂ. അവിടെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കിടയിലൂടെ ശാന്തമായി ഒഴുകി നടക്കുന്ന ചില കൃത്രിമ ഉപഗ്രഹങ്ങളെയും പേടകങ്ങളെയും കാണാം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഭാരതത്തിൻ്റെ ത്രിവർണ പതാക പാറിച്ചതും സൂര്യനെ പഠിക്കാൻ ആദിത്യ L1 അയച്ചതുമൊക്കെ ഇന്ന് നമ്മുടെ അഭിമാനമാണ്. എന്നാൽ പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞിരുന്ന കാലത്ത് ഇന്ത്യയും ആകാശത്തേക്ക് റോക്കറ്റുകൾ അയക്കും എന്ന് സ്വപ്നം കാണാൻ ധൈര്യം കാണിച്ച് ആ വലിയ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ഭാരതീയ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, ആവേശം നിറഞ്ഞ് ആ ശാസ്ത്ര യാത്രയിലേക്ക് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. 1919 ഓഗസ്റ്റ് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള പ്രശസ്തമായ ഒരു വ്യവസായ കുടുംബത്തിലാണ് വിക്രം സാരാഭായ് ജനിച്ചത്. വ്യവസായിയും ഗാന്ധിയനും പുരോഗമനവാദിയുമായ അംബാലാൽ സാരാഭായിയുടെയും സരള ദേവിയുടെയും 8 മക്കളിൽ 6ാമൻ. ടെക്സ്റ്റൈൽ മില്ലുകളും വലിയ വൻകിട ബിസിനസ്സുകളുമുള്ള കോടീശ്വര കുടുംബം. വിക്രമിന് വേണമെങ്കിൽ അച്ഛൻ്റെ പണം ഉപയോഗിച്ച് സുഖമായി ജീവിക്കാമായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ കണ്ണുകൾ എപ്പോഴും ആകാശത്തെ നക്ഷത്രങ്ങളിലായിരുന്നു. കുടുംബം നടത്തുന്ന സ്കൂളിൽ നിന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത പഠനത്തിനായി അദ്ദേഹം നേരെ പോയത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിലേക്കാണ്. അവിടെ നാച്ചുറൽ സയൻസിൽ ബിരുദം നേടി. എന്നാൽ 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിക്രം സാരാഭായ് നമ്മുടെ മറ്റൊരു മഹാപ്രതിഭയായ നോബൽ സമ്മാന വിജയി ഡോക്ടർ CV രാമൻ്റെ കീഴിൽ ബംഗളൂരുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഗവേഷണം ആരംഭിച്ചു. കോസ്മിക് കിരണങ്ങൾ എന്ന അതിസങ്കീർണമായ വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. യുദ്ധത്തിനു ശേഷം വീണ്ടും കേംബ്രിഡ്ജിൽ തിരികെ എത്തി ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. പഠനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ശാസ്ത്രത്തെ ഇന്ത്യയുടെ മണ്ണിലേക്ക് വളർത്തിയെടുക്കുക. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം. വെറും 28 വയസ്സുള്ളപ്പോൾ സാരാഭായ് അഹമ്മദാബാദിൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചു. സ്വന്തം വീടിൻ്റെ ഒരു മുറിയിലായിരുന്നു ഇതിൻ്റെ തുടക്കം. പിന്നീട് ഭാരതത്തിൻ്റെ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ തൊട്ടിലായി മാറിയത് ഈ PRL ആണ്. 60കളിൽ അമേരിക്കയും റഷ്യയും ബഹിരാകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ മത്സരിക്കുമ്പോൾ പാവപ്പെട്ട ഇന്ത്യക്ക് എന്തിനാണ് റോക്കറ്റും ബഹിരാകാശവും എന്ന് വിദേശ മാധ്യമങ്ങളും
സ്വന്തം നാട്ടുകാരും ചോദിച്ചു. എന്നാൽ വിക്രം സാരാഭായിക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. നമ്മൾ മറ്റ് രാജ്യങ്ങളോട് മത്സരിക്കാനല്ല പോകുന്നത്, മറിച്ച് നമ്മുടെ കർഷകർക്ക് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ, പാവപ്പെട്ടവർക്ക് മികച്ച ആശയവിനിമയ സൗകര്യങ്ങൾ നൽകാൻ നമുക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യ വേണം. അങ്ങനെയാണ് റോക്കറ്റ് വിക്ഷേപണത്തിനായി അദ്ദേഹം കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള തുമ്പ എന്ന കുഞ്ഞു തീരദേശ ഗ്രാമം തിരഞ്ഞെടുക്കുന്നത്. ഇവിടെയാണ് ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ആ സംഭവം നടക്കുന്നത്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനായി തുമ്പയിലെ സെന്റ് മേരി മഗ്ദലീൻ പള്ളിയും അതിനോട് ചേർന്നുള്ള സ്ഥലവും ആവശ്യമായി വന്നു. സാരാഭായ് അവിടുത്തെ വികാരിയച്ഛനായ ഡോക്ടർ പീറ്റർ ബെർണാഡ് പെരേരയെ കണ്ട് കാര്യം പറഞ്ഞു. ഒരു പ്രദേശം മുഴുവൻ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമല്ല എന്ന് വിക്രം സാരാഭായ്ക്കും വികാരിയച്ഛനും ഒരുപോലെ അറിയാവുന്ന കാര്യമായിരുന്നു. അസാധ്യം എന്ന് തന്നെ വികാരിയച്ഛൻ പറയുകയുണ്ടായി. എന്നാൽ ആ നിമിഷം വിക്രം സാരാഭായി നിശ്ചയദാർഢ്യത്തോടെ വികാരിയച്ഛന് ഒരു മറുപടി നൽകുന്നുണ്ട്. Only when impossibles are converted to possible things, things will move. History will salute you for this moment of decision. അസാധ്യമായതിനെ സാധ്യമാക്കുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഈ തീരുമാനത്തിൻ്റെ പേരിൽ ചരിത്രം അങ്ങയെ ആദരിക്കും. അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്കിടെ വികാരിയച്ഛൻ ഗ്രാമവാസികളോട് പറഞ്ഞു, മക്കളെ, ശാസ്ത്രവും ദൈവവിശ്വാസവും ചെയ്യുന്നത് ഒന്നു തന്നെയാണ്, മനുഷ്യൻ്റെ നന്മ. ഈ ശാസ്ത്രജ്ഞൻ നമ്മളോട് പള്ളി ചോദിക്കുന്നത് നമ്മുടെയും നാടിൻ്റെയും വെളിച്ചത്തിനാണ്. അത് കേട്ട മാത്രയിൽ ആ പാവപ്പെട്ട മുക്കുവ സഹോദരങ്ങൾ തങ്ങളുടെ ദൈവാലയവും വീടുകളും ശാസ്ത്രത്തിനായി ചിരിച്ചുകൊണ്ട് വിട്ടു നൽകി. ആ പള്ളിയാണ് പിന്നീട് ISROയുടെ ആദ്യത്തെ വർക്ക്ഷോപ്പായി മാറിയത്. അങ്ങനെ ഇന്ത്യയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു. സാരാഭായിയുടെ ഇടപെടലിൽ റോക്കറ്റും റഡാറും അമേരിക്കയിൽ നിന്നെത്തിച്ചു. റോക്കറ്റിൽ നിറയ്ക്കാനുള്ള സോഡിയം ബാഷ്പം ഫ്രാൻസും നൽകി. കമ്പ്യൂട്ടറും ശാസ്ത്രജ്ഞർക്കുള്ള ഹെലികോപ്റ്ററും സോവിയറ്റ് യൂണിയന്റെ സംഭാവനകളായിരുന്നു. ശീതസമരം രൂക്ഷമായ ആ കാലത്തും രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന അസാധ്യതയെ സാധ്യമാക്കിയാണ് സാരാഭായിയും ഇന്ത്യയും സ്വപ്നം കണ്ടത്. അസാധ്യതകളോടുള്ള വിക്രം സാരാഭായിയുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് ഈ വേളയിൽ കാണാൻ സാധിക്കും. തുടക്കത്തിൽ റോക്കറ്റിൻ്റെ ഭാഗങ്ങളും കമ്പ്യൂട്ടറുകളുമൊക്കെ വിക്ഷേപണ തറയിലേക്ക് എത്തിച്ചിരുന്നത് ഏതിലാണെന്നറിയാമോ? സൈക്കിളിൻ്റെ പിൻസീറ്റിലും കാളവണ്ടിയിലുമാണ്. 1963 നവംബർ 21 ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് തുമ്പയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരവും ലഭിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൗണ്ടിംഗ് റോക്കറ്റായ രോഹിണി 75 1967 വിക്ഷേപിച്ചത്. വിക്രം സാരാഭായിയുടെ അളവറ്റ പരിശ്രമത്തിൻ്റെ ഫലമായി 1969 ഓഗസ്റ്റ് 15 നമ്മൾ ഇന്ന് കാണുന്ന ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചു. റഷ്യയിൽ നിന്ന് 1975 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ മാസ്റ്റർ മൈൻഡും സാരാഭായിയുടേതാണ്. എന്നാൽ പ്രിയ ശ്രോതാക്കളെ, ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങാൻ സാരാഭായ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വെറുമൊരു റോക്കറ്റ് ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല അദ്ദേഹം, മറിച്ച് മികച്ചൊരു വ്യവസായിയും നിരവധി സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമായിരുന്നു. പ്രശസ്തമായ IIM അഹമ്മദാബാദ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ റിസർച്ച് അസോസിയേഷൻ ആതിര ആരംഭിച്ചു. ദൂരദർശൻ വഴി 2400 പിന്നോക്ക ഗ്രാമീണ മേഖലകളിൽ ആധുനിക വിദ്യാഭ്യാസപരമായ പ്രോഗ്രാമുകൾ എത്തിക്കാൻ സൈറ്റ് സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻ്റ് എന്ന പദ്ധതി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ബഹിരാകാശ ഗവേഷണങ്ങൾക്കായി അഹമ്മദാബാദിൽ എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിൽ ഓവർസീസ് കമ്മ്യൂണിക്കേഷൻ സർവീസ് സെൻ്റർ സ്ഥാപിച്ചു. ബാംഗ്ലൂരുവിൽ
ISRO സാറ്റലൈറ്റ് സെൻറ്റർ, അതുപോലെ സെൻറ്റർ ഫോർ എൻവയോൺമെൻ്റൽ പ്ലാനിംഗ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി, കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ, ദർപ്പണ അക്കാഡമി ഫോർ പെർഫോമിംഗ് ആർട്സ്, സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദ്, കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ, കൊൽക്കത്തയിലെ സൈക്ലോട്രോൺ പ്രൊജക്റ്റ്, അതുപോലെ ഹൈദരാബാദിലെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ ബീഹാറിലെ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ ഉൾപ്പെടുന്നവയാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ മാറ്റങ്ങൾക്കും ഭൂമിയിലെത്തുന്ന കോസ്മിക് രശ്മികളുടെ എണ്ണത്തിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിച്ചു. ഈ ഗവേഷണത്തിന് 1962 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് അദ്ദേഹം നേടി. ശാസ്ത്രത്തെ സാധാരണക്കാരൻ്റെ അടുക്കളയിൽ വരെ എത്തിച്ച ആ മഹാനുഭാവൻ പക്ഷേ അധികകാലം നമ്മോടൊപ്പം ഉണ്ടായിരുന്നില്ല. 1971 ഡിസംബർ 28 തുമ്പ റെയിൽവേ സ്റ്റേഷൻ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്തെ കോവളം കൊട്ടാരത്തിൽ തങ്ങവേ 1971 ഡിസംബർ 30 ഹൃദയാഘാതം മൂലം അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. വെറും 52 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും അതിന് തറക്കല്ലിട്ടത് ആ കൈകളായിരുന്നു. ഭാരത സർക്കാർ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. അതിലുപരി ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള ഒരു ഗർത്തത്തിന് അന്താരാഷ്ട്ര ആസ്ട്രോണമി യൂണിയൻ സാരാഭായി ഗർത്തം എന്നാണ് പേരിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് നമ്മൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും നാമകരണം ചെയ്തു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത ചന്ദ്രയാൻ 3ൻ്റെയും മുൻഗാമി ചന്ദ്രയാൻ 2ൻ്റെയും ലാൻഡറിൻ്റെ പേരും വിക്രം എന്നായിരുന്നു. ഒരു വികസ്വര രാഷ്ട്രത്തിൽ ബഹിരാകാശ പ്രവർത്തനം വേണോ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ തീർക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതിൽ ആരുടെയും പിന്നിലാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു സാരാഭായിയുടെ കാഴ്ചപ്പാട്. വിക്രം സാരാഭായ് എന്ന ദേശസ്നേഹിയായ ശാസ്ത്രപ്രതിഭ കൊളുത്തിയ ജ്വാലയിൽ അതിരില്ലാത്ത ആകാശത്ത് ത്രിവർണ സ്വപ്നം തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പണവും സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലത്ത് സ്വപ്നങ്ങളെ പിന്തുടരാൻ നമ്മെ പഠിപ്പിച്ച വീരനായകനാണ് ഡോക്ടർ വിക്രം സാരാഭായ്. ഒരു സൈക്കിളിൻ്റെ പിൻസീറ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് ചന്ദ്രനിലും ചൊവ്വയിലും വരെ ഇന്ത്യയുടെ പതാക പാറുന്നുണ്ടെങ്കിൽ ആ വലിയ വടവൃക്ഷത്തിന് വിത്ത് പാകിയത് വിക്രം സാരാഭായ് എന്ന ആ മഹാനുഭാവനാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ എനിക്ക് അവസരം നൽകിയ ആകാശവാണിക്കും എന്നെ ഇതുവരെ ശ്രവിച്ച എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുക, അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്ന സന്ദേശം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും പൊലിമയും. ഇതിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായിയെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചത് ഗവൺമെൻറ് സീനിയർ ബേസിക് സ്കൂൾ ബിത്രയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ ലുക്മാനുൽ ഹക്കീം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.